ഇപ്പോൾ പാലക്കാട് നിന്ന് നമ്മുടെ പ്രതിനിധി അറിയിക്കുന്ന കാര്യം UDF ക്യാമ്പിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം പടരുന്നു അതിന്റെ സന്തോഷം നമ്മൾ കണ്ടു. അവിടെ BJP-യുടെ ലീഡ് കുറയുന്നത് നല്ലൊരു ശുഭസൂചനയായിട്ട് അവർ കാണുന്നു. UDF ക്യാമ്പിൽ LDF ക്യാമ്പിലും ഒരു ചെറിയൊരു പ്രതീക്ഷ. കാരണം എന്തറിയാമോ, രണ്ടുപേർക്കും പ്രധാന എതിരാളി BJP-ക്ക് ഉണ്ടാകുന്ന വിനാശമാണ് അവരുടെ ആഗ്രഹം. നമുക്കാണെങ്കിൽ അവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ BJP-ക്ക് കുറയുന്ന വോട്ട് പിടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഡോക്ടർ പി സാറിനാണോ എന്ന് അറിയണം. അനീഷ് പാറക്കലിന്റെ ഒരു യൂട്യൂബ് പ്രവചനം ചുമ്മാ വായിക്കാം. ഡോക്ടർ സാറിന് 580 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. എന്ത് കണക്കാ ചേട്ടാ? അയ്യോ, അത് എവിടെ ഏത് ലോകത്ത്? ചേട്ടാ മണിക്കൂർ വേണ്ട ഇനി ഇപ്പൊ നമുക്ക് ആരാന്നറിയാൻ. അപ്പൊ കിടന്ന് ആവശ്യമില്ലാത്ത പ്രവചനം നടത്തി മോന്താ പോരുത് കേട്ടോ, അല്ലേ? കണ്ടില്ല. നമ്മൾ എന്തായാലും ഇപ്പൊ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇങ്ങനെയാണ്. വയനാട്ടിൽ തുടങ്ങാം. 46,815 വോട്ടുകൾക്ക് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുകയാണ്. സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയോളൂ. അതുപോലെ സുസ്മേര വദനയായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിൽക്കുന്നു. ഇപ്പോഴും മന്ദഹാസം വേറൊരു ഗോൾ കൂടിയുണ്ട്. ആ മന്ദഹാസം സന്ദീപ് വാര്യരുടെ ചിരിയാണ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയ്ക്ക് സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞാൽ ഭാര്യയുടെ ഒരു നേരിയ ചിരിയൊക്കെ കണക്ക് വന്നിട്ടുണ്ട്. BJP 7,569, UDF 6,711, LDF 4,121. മൂന്നാം സ്ഥാനത്ത്. ചരിത്രം ആവർത്തിക്കുന്നു. പറയാറായോ എന്ന് പറയാറായിട്ടില്ല. എന്നാലും LDF മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ ഒരു ത്വര. പറയാറായോ എന്ന് പറയാറായിട്ടില്ല. അപ്പോ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു നേരിയ ത്വര, ത്വര തടയാൻ ഇവർക്ക് പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ BJP സ്ഥാനാർത്ഥി പാലക്കാട് 858 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ മുന്നിലാണ്. ചേലക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ UR പ്രദീപ് LDF സ്ഥാനാർത്ഥി 2,583 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇതിൽ കൂടുതൽ ഭൂരിപക്ഷം ഈ സ്ഥലങ്ങളെല്ലാം K രാധാകൃഷ്ണൻ നേടിയിരുന്നു. മെച്ചപ്പെടുത്തിയിട്ടുണ്ട്.